വെൽക്കം ടു ഹിന്ദി ഹബ്. ഡിയർ സ്റ്റുഡൻസ്, 9ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ രാജ ഔർ വിദ്രോഹി എന്ന നാടകത്തിൽ നിന്ന് ആനുവൽ എക്സാമിന് 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഡയറി പഠിക്കാം. ഹേം ആജ് നയാ രാജാ ബന. ഹേമൻ ഇന്ന് പുതിയ രാജാവായി. ഉസ് ദിൻ കാ ഹേം കാ അനുഭവ് ഡയറി മേ ലിഖെ. ആ ദിവസത്തെ ഹേമന്റെ അനുഭവം ഡയറി ആയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ആദ്യ രാജാവ് ഹേമനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു. പക്ഷെ ജനങ്ങൾ സത്യത്തെ മനസ്സിലാക്കി ഹേമനെ പിന്തുണച്ചു. ഒടുവിൽ നമ്മുടെ പഴയ രാജാവിന് തോൽവി സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ ഹേമൻ പുതിയ രാജാവായി. ഹേമന്റെ ആ ദിവസത്തെ അനുഭവം ഡയറി ആയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഡയറി എഴുതുമ്പോൾ റൈറ്റ് സൈഡിലോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോ ആയിട്ട് ഒരു ഡേറ്റും ദിവസവും കൊടുക്കണം. ഇവിടെ ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, അതിന് താഴെ ഒരു ദിവസം കൊടുത്തിട്ടുണ്ട്. നമ്മൾ വരാനുള്ള ഡേറ്റ് ഒന്നും കൊടുക്കരുത്. 15 ജൂലൈ 2025 മംഗൾവാർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഏത് ദിവസം വേണമെങ്കിൽ കൊടുക്കാം. ഇതിന് താഴെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈമും കൂടെ കൊടുക്കാം, അത് നിർബന്ധമില്ല. ആജ് മേരെ ജീവൻ കാ സബ്സെ ഖാസ് ദിൻ ഥാ. ഇന്ന് എന്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക ദിവസമായിരുന്നു. സബ്സെ ഖാസ് ദിൻ ഥാ, ഏറ്റവും പ്രത്യേകതയുള്ള ദിവസമായിരുന്നു. പ്രത്യേകമായ ദിവസമായിരുന്നു. ആജ് മേം അപ്പനെ ദേശ് കാ നയാ രാജാ ബന. ഇന്ന് ഞാൻ എന്റെ രാജ്യത്തിലെ ഒരു പുതിയ രാജാവായി. നയ, പുതിയ. പുരാനെ രാജ മുച്ചസെ നാരാസ് തെ. പഴയ രാജാവിന് എന്നോട് കോപമായിരുന്നു, എന്നോട് ദേഷ്യമായിരുന്നു. ഉനോനെ മുച്ച് പർ ചൂട്ടെ ആരോപ് ലഗായെ. അദ്ദേഹം എനിക്കെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചു. ചൂട്ടെ, തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഉനോനെ കഹ, അദ്ദേഹം പറഞ്ഞു. കി മേംനെ ഉൻകെ സാമനെ ജംബായി ദീലി. ഉനോനെ, അദ്ദേഹം. കഹ, പറഞ്ഞു. മേംനെ, ഞാൻ. ഉൻകെ സാമനെ, അദ്ദേഹത്തിന്റെ മുന്നിലെ. ജംബായി ലീതി, കോട്ടുവായിട്ടു. ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിലെ കോട്ടുവായിട്ടു എന്ന് അദ്ദേഹം പറഞ്ഞു. ഫിർ കഹ, പിന്നീട് പറഞ്ഞു. മേംനെ, ഞാൻ. രാജമഹൽ കെ ഹാത്തി കെ സാമനെ, രാജകൊട്ടാരത്തിലെ ആനയുടെ മുന്നിലെ. ദൂക്കാത, തുപ്പി എന്നും പറഞ്ഞു. തൂക്ക, തുപ്പി. ലേക്കിൻ, പക്ഷേ, യഹ് സബ് ഗലത്ത് താ, ഇതെല്ലാം തെറ്റായിരുന്നു. ഗലത്ത്, തെറ്റായിരുന്നു. ദേശ് കി ജനതാനെ സച്ചായി കോ സമച്ച. രാജ്യത്തിലെ ജനങ്ങൾ സത്യത്തെ മനസ്സിലാക്കി. സച്ചായി, സത്യത്തെ. സമച്ച, മനസ്സിലാക്കി. രാജ്യത്തെ ജനങ്ങൾ സത്യത്തെ മനസ്സിലാക്കി. മേരാ സാത്ത് ദിയ, എന്നെ പിന്തുണച്ചു, എന്റെ കൂടെ നിന്നു. ലോഗോം കെ സമർത്ഥൻ സെ ആഖിർക്കാർ പുരാനെ രാജാ കോ അപ്പനി ഹാർ സ്വീകാർ കർണി പടി. ജനങ്ങളുടെ പിന്തുണ മൂലം. ലോഗോം കെ സമർത്ഥൻ സെ, സമർത്ഥൻ, പിന്തുണ. ജനങ്ങളുടെ പിന്തുണ മൂലം. ആഖിർക്കാർ, അവസാനം. ആഖിർക്കാർ, അവസാനം. പുരാനെ രാജാക്കോ, പഴയ രാജാവിന്. അപ്പനി ഹാർ സ്വീകാർ കർണി പടി, തന്റെ ഹാർ, പരാജയം. തന്റെ പരാജയം സ്വീകരിക്കേണ്ടി വന്നു. അബ് മുച്ച് പർ ബഡീ ജിമ്മേദാരി ഹെ. ഇപ്പോൾ എനിക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. ജിമ്മേദാരി, ഉത്തരവാദിത്തം. അബ് മുച്ച് പർ ബഡീ ജിമ്മേദാരി ഹെ. ഇപ്പോൾ എന്റെ മേൽ വലിയ ഒരു ഉത്തരവാദിത്തമാണുള്ളത്. മേം ഹമേഷ ന്യായ് കെ രാസ്തേ പർ ചലൂങ്ക. മേം, ഞാൻ. ഹമേഷ, എപ്പോഴും. ഞാൻ എപ്പോഴും. ന്യായ് കെ രാസ്തേ പർ, ന്യായത്തിന്റെ വഴിയിലൂടെ, നീതിയുടെ വഴിയിലൂടെ. രാസ്തേ, വഴി. നീതിയുടെ വഴിയിലൂടെ. ചലൂങ്ക, നടക്കും. മേം കബി ബി പുരാനെ രാജാ കി തരഹ് ഗലത് യാ മൂർഖതാപൂർണ്ണ കാം നഹീം കരൂങ്ക. മേം കബി ബി, ഞാൻ ഒരിക്കലും. പുരാനെ രാജാ കി തരഹ്, പുരാനെ, പഴയ. രാജാ കി തരഹ്, രാജാവിനെ പോലെ. ഗലത്ത്, ഗലത്ത്, തെറ്റായോ. യാ, ഓർ. മൂർഖതാപൂർണ്ണ, മണ്ടത്തരങ്ങൾ, മണ്ടത്തരമായോ. കാം നഹീം കരൂങ്ക, ചെയ്യൂല. മേം കബീബി, ഞാൻ ഒരിക്കലും. പുരാനെ രാജാക്കി തരഹ്, പഴയ രാജാവിനെ പോലെ. ഗലത്തിയ, മൂർഖത. പൂർണ്ണ കാം നഹീം കരൂങ്ക, തെറ്റായോ മണ്ടത്തരമായോ ഉള്ള പ്രവർത്തികൾ ചെയ്യില്ല. മേം ജാൻതാഹും, എനിക്കറിയാം. കി യുദ്ധ ഖുഷി കി ബാത് നഹീം ഹേ. യുദ്ധം സന്തോഷകരമായ കാര്യമല്ല. ഖുഷി, സന്തോഷം. എനിക്കറിയാം, യുദ്ധം സന്തോഷകരമായ കാര്യമല്ല. മേരെ ലിയേ
മേരെ ലിയേ ജനതാ ഹി സബ്സെ മഹത്വപൂർണ്ണ ഹേ. എനിക്ക് ജനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മഹത്വപൂർണ്ണ പ്രധാനമായിട്ടുള്ളത് എനിക്ക് ജനങ്ങളാണ്. ക്യോങ്കി കാരണം ജനതാ ഹി ദേശേ ജനങ്ങളാണ് രാജ്യം. ശുഭരാത്രി. ശുഭരാത്രി, ഗുഡ് നൈറ്റ്. ഇത്രയാണ് ഹേമന്റെ ഡയറി കൊടുത്തിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ വളരെ ഈസി ആയി തന്നെ കൊടുത്തിട്ടുണ്ട്. രാജ ഔർ വിദ്രോഹി എന്ന നാടകത്തിൽ നിന്ന് 4 മാർക്കിന് എക്സാമിന് വരാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് പത്ര തയ്യാർ കരേ. നോക്കാം. നാടകെ മഞ്ചൻ കെ ബാദ്. നാടകത്തിന്റെ മഞ്ചൻ സ്റ്റേജ് അവതരണം. നാടകത്തിന്റെ സ്റ്റേജ് അവതരണത്തിന് ശേഷം രാജൻ അപ്പനെ ദോസ്ത് കോ. രാജൻ തന്റെ ഫ്രണ്ടിന് ഏക്ക് പത്ര ലിഖിതാ ഹേ. ഒരു കത്ത് എഴുതുന്നു. വഹ് പത്ര തയ്യാർ കരേ. ആ കത്ത് നമ്മോട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. രാജനായിരുന്നു നമ്മുടെ ഈ നാടകത്തിലെ ആദ്യത്തെ രാജാവ്. അപ്പോ നാടകത്തിന്റെ സ്റ്റേജ് അവതരണത്തിന് ശേഷം രാജന് തന്റെ ഫ്രണ്ടിന് ഒരു കത്ത് എഴുതുന്നു. ആ കത്താണ് തയ്യാറാക്കേണ്ടത്. ലെറ്ററിന്റെ പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ലെറ്റർ എഴുതുമ്പോൾ റൈറ്റ് സൈഡിൽ ആദ്യം ഒരു ഡേറ്റ് കൊടുക്കണം. പിന്നെ ഇവിടെ ഒരു സ്ഥലം കൊടുക്കണം. പിന്നെ പ്രിയമിത്ര, പ്രിയ കൂട്ടുകാരൻ, പ്രിയപ്പെട്ട ഫ്രണ്ട് എന്ന് പറയാണ്. പ്രിയ സുഹൃത്തെ, പ്രിയമിത്ര, പ്രിയ സുഹൃത്തെ. തും കൈസി ഹോ. നിനക്ക് സുഖമല്ലേ? ആശാ ഹേ തും ഔർ തുമാരാ പരിവാർ അച്ഛേ ഹോങ്കെ. നീയും നിന്റെ കുടുംബവും സുഖമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശാ ഹേ ഞാന് വിചാരിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു. തും ഔർ തുമാരാ പരിവാർ, പരിവാർ ഫാമിലി, നീയും നിന്റെ കുടുംബമൊക്കെ അച്ഛാ ഹോങ്കെ സുഖമായിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മേ മെഹാ ടീക്കുഹും ഞാൻ ഇവിടെ സുഖമായിരിക്കുന്നു. ഗർ മേ സബ് ടീക്ക് ഹെന്ന. വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? തുമേം ഏക്ക് ഖാസ് ബാത്ത് ബത്താനെ കെ ലിയെ യഹ് പത്ര ലിഖ് രഹാ ഹും. തുമേം നിന്നോട് ഏക്ക് ഖാസ് ബാത്ത് ഒരു പ്രത്യേകതയുള്ള കാര്യം, ഒരു പ്രത്യേകമായ കാര്യം ബത്താനെ കെ ലിയെ പറയാൻ വേണ്ടിയിട്ടാണ് യഹ് പത്ര ലിഖ് രഹാ ഹും ഈ കത്ത് എഴുതുന്നത്. അപ്പോൾ ഈ പാരഗ്രാഫിൽ നമ്മൾ കൊടുത്തതൊക്കെ നിങ്ങൾക്ക് എല്ലാ ലെറ്ററിലും എഴുതാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഹമാരെ സ്കൂൾ മേ ഞങ്ങളുടെ സ്കൂളിൽ കുച്ച് ദിൻ പഹലെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്, പഹലെ മുൻപ്, രാജാവ് വിദ്രോഹി നാടക മഞ്ചൻ ഹുവ. രാജാവ് വിദ്രോഹി എന്ന നാടകത്തിന്റെ അവതരണം നടന്നു. യഹ് നാടക മഹാൻ ലേഖക രവീന്ദ്രനാഥ ടാഗോർ ദ്വാരാ ലിഖാ ഗയാ ഹെ. ഈ നാടകം മഹാനായ ലേഖകൻ, മഹാനായ എഴുത്തുകാരനായ രവീന്ദ്രനാഥ ടാഗോർ എഴുതിയതാണ്. ലിഖാ ഗയാ ഹെ എഴുതിയതാണ്. ഇസ് നാടകമേ ഈ നാടകത്തിൽ സമാജ് ഔർ രാജനീതി സെ ജുഡി ഗഹരി ബാത്തേ ബതായി ഗയി ഹെ. സമാജ് സാമൂഹ്യപരവും സാമൂഹികമായും രാജനീതി രാഷ്ട്രീയമായും ജുഡി സംബന്ധിച്ച ഗഹരീ ബാത്തെ ആഴത്തിലുള്ള കാര്യങ്ങളാണ് ബത്തായി ഗയി ഹെ പറഞ്ഞിട്ടുള്ളത്. ഇസ് നാടകമേ ഈ നാടകത്തിലെ സമാജ് ഔർ രാജനീതി സെ ജുഡി സമൂഹപരമായും രാഷ്ട്രീയപരമായും ബന്ധപ്പെട്ട ഗഹരീ ബാത്തെ ആഴത്തിലുള്ള കാര്യങ്ങളാണ് ബത്തായി ഗയി ഹെ പറഞ്ഞിട്ടുള്ളത്. മുझे इस नाटक में राजा का किरदार निभाने का अवसर मिला. മുझे എനിക്ക് ഇസ് നാടകമേ ഈ നാടകത്തിൽ രാജാക്ക കിർദാർ, കിർദാർ മീൻസ് കഥാപാത്രം, രാജാക്ക കിർദാർ രാജാവിന്റെ കഥാപാത്രം, രാജാവിന്റെ കഥാപാത്രം നിബാനേക്ക, നിബാന അവതരിപ്പിക്കുക, നിബാന മീൻസ് അവതരിപ്പിക്കാനുള്ള അവസരമില്ല അവസരം ലഭിച്ചു. എനിക്ക് ഈ നാടകത്തിൽ രാജാവിന്റെ കഥാപാത്രം നിർവഹിക്കാനുള്ള അവസരമാണ് ലഭിച്ചത്. യഹ് ഏക് മൂർഖ് രാജാത. ഇതൊരു മണ്ടൻ രാജാവായിരുന്നു. മൂർഖ് രാജ, മണ്ടൻ രാജാവായിരുന്നു. മൂർഖ് രാജാക്ക പാത്രത, മണ്ടൻ രാജാവിന്റെ കഥാപാത്രമായിരുന്നു. ലേക്കിൻ പക്ഷേ ഇസെ നിബാന മേരെ ലിയെ ബഹുത്ത് ഗാസ് ഔർ ദോഡ കടിന്ത. എന്നാൽ എനിക്കിത് അവതരിപ്പിക്കുന്നതിൽ, നിബാന അഭിനയിക്കുന്നതില് മേരെ ലിയെ ബഹുത്ത് ഗാസ് എനിക്ക് വളരെയധികം പ്രത്യേകത തോന്നി. ഔർ ദോഡ കടിന്ത എന്നാൽ ദോഡ മീൻസ് അല്പം, കടിന്ത ബുദ്ധിമുട്ടും തോന്നിയിരുന്നു. എനിക്ക് ഇത് അവതരിപ്പിക്കാൻ വളരെയധികം ഇൻട്രസ്റ്റ്, വളരെയധികം പ്രത്യേകത തോന്നി ഈ അവതരണത്തില്. എന്നാൽ ദോഡ കടിന്ത കുറച്ച് പ്രയാസവും ആയിരുന്നു. മഞ്ച് പർ ജാനേ സെ പഹലെ വേദിയിലേക്ക് പോകുന്നതിന് മുൻപ്, മഞ്ച് വേദി സ്റ്റേജ്, വേദിയിലേക്ക് ജാനേസെ പോകുന്നതിന് പഹലെ മുൻപ്, മുച്ചേ തോടി ഗബരാഹട്ട് ഹുയി എനിക്ക് അല്പം ഭയം തോന്നി. ഗബരാഹട്ട് ഭയം, എനിക്ക് ഭയം തോന്നി.
लेकिन जब मैम ने अभिनय शुरू किया तो मैम आपने अपने पात्र में पूरी तरह खो गया. എന്നാൽ എന്റെ അഭിനയം തുടങ്ങുമ്പോൾ എന്നാൽ ജബ് മേം അഭിനയ ശുരു കിയ ഞാൻ അഭിനയം തുടങ്ങിയപ്പോൾ മേം അഭിനയ പാത്രമേം ഞാൻ എന്റെ ഈ കഥാപാത്രത്തിൽ പൂരീ തരഹ് ഗോഗയ പൂർണ്ണമായും പൂരീ തരഹ് പൂർണ്ണമായും ഗോഗയ അതിൽ ലയിച്ചു. शिक्षकों और दोस्तों ने मेरे अभिनय की बहुत प्रशंसा की. शिक्षक अध्यापകർ ടീച്ചേഴ്സ് എന്റെ ടീച്ചേഴ്സും ഔർ ദോസ്ത് ഫ്രണ്ട്സുകളും മേരെ അഭിനയിക്ക് ബഹുത്ത് പ്രശംസാക്കി എന്റെ അഭിനയത്തെ വളരെയധികം പ്രശംസിച്ചു. उन्होंने कहा कि मैम ने राजा के स्वभाव को बहुत अच्छे से दिखाया. उन्होंने कहा അവർ പറഞ്ഞു മേംനെ ഞാൻ രാജാക്കെ സ്വഭാവക്കോ രാജാവിന്റെ സ്വഭാവത്തെ ഈ മണ്ടൻ രാജാവിന്റെ സ്വഭാവത്തെ ബഹുത്ത് അച്ഛേ സേ ദിക്കായ നല്ല രീതിയിൽ അവതരിപ്പിച്ചു. ബഹുത്ത് അച്ഛേ സേ ദിക്കായ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഇവിടെ കാണിച്ചു, നല്ല രീതിയിൽ അവതരിപ്പിച്ചു എന്ന് അവര് പറഞ്ഞു. रवींद्रनाथ टैगोर जैसे महान लेखक के नाटक में अभिनय करना मेरे लिए गर्व की बात है. രവീന്ദ്രനാഥ ടാഗോർ ജൈസെ മഹാലേഖക് രവീന്ദ്രനാഥ ടാഗോറിനെ പോലുള്ള വലിയ ലേഖകന്മാരുടെ നാടകത്തിൽ അഭിനയിക്കർണ അഭിനയിക്കാൻ മേരെ ലിയെ ഗർവ് കി ബാത്ത് ഹെ. ഗർവ് മീൻസ് പ്രൗഡ്, അഭിമാനം. എനിക്ക് അഭിമാനമുള്ള കാര്യം തന്നെയായിരുന്നു. രവീന്ദ്രനാഥ ടാഗോറിനെ പോലുള്ള വലിയ ലേഖകന്മാരുടെ നാടകത്തിൽ അഭിനയിക്കുക എന്നത് മേരെ ലിയെ ഗർവ് കി ബാത്ത്, എനിക്ക് വളരെ പ്രൗഡ് ഉള്ള കാര്യമായിരുന്നു. അഗർ തുമേം യഹ് നാടക് ദേഖിനേക്കാ മൗക്കാ മിൽത്താ തോ ബഹുത് അച്ഛാ ഹോഗാ. അഗർ ഒരു പക്ഷേ തുമേം നിനക്ക് യഹ് നാടക് ഈ നാടകം ദേഖിനേക്കാ കാണുവാനുള്ള മൗക്ക ചാൻസ് അവസരം കാണുവാനുള്ള അവസരം മിൽത്താത്തോ ലഭിക്കുകയാണെങ്കിൽ ബഹുത്ത് അച്ഛാ ഹോത്ത വളരെ നന്നായിരുന്നു. ജൽദി സെ പത്ര ലിഖക്കർ ജവാബ് ദീന. ജൽദി സെ പെട്ടെന്ന് തന്നെ, ജൽദി വേഗത്തിൽ തന്നെ, പത്ര ലിഖക്കർ കത്ത് എഴുതിയിട്ട് ജവാബ് ദേന ഇതിന് മറുപടി തരണം. മറുപടി തരണം. തുമാരി ഉത്തർ കി പ്രതീക്ഷാമേ നിന്റെ മറുപടി കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട്. തുമാരാ മിത്ര രാജൻ ഹസ്താക്ഷർ നിന്റെ കൂട്ടുകാരൻ രാജനെ, ഇവിടെ ഹസ്താക്ഷർ മീൻസ് ഒപ്പ്. ലെഫ്റ്റ് സൈഡിൽ എന്ത് കൊടുക്കണം? സേവാമേം ചോ നാം പേര് പദ അഡ്രസ്. ഇതിങ്ങനെ ഒരു ബോക്സിലാക്കണം. സേവാമേം നാം പദ എന്ന് ടു അഡ്രസ് ആണ്. സേവാമേം ടു നാം പേര് പദ അഡ്രസ്. ഇതിങ്ങനെ ഒരു ബോക്സിലാക്കണം. കത്ത് എഴുതി കഴിഞ്ഞതിന് ശേഷം കത്ത് മുഴുവനും ആയിട്ടും വേറൊരു ബോക്സിലാക്കണം. ഇതാണ് നമ്മുടെ പത്രം വന്നിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, മക്കൾ ഇതെല്ലാം പഠിക്കണം. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന് വരാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാർത്താലാപിലേക്ക്. നോക്കാം. രാജ ജനതാക്കി ഭീഡ് മേ മിൽ ജായേഗ. രാജാവ് ജനക്കൂട്ടത്തിൽ ലയിച്ചു പോകും. യഹ് സുൻകർ ഖുഷ് ഹുയെ ദോ വ്യക്തിയോം കെ ബീച്ച് ഹുയെ വാർത്താലാപ് കൽപ്പന കർക്കെ ലിഖെ. ഇത് കേട്ട് സന്തോഷിച്ചുകൊണ്ട് രണ്ട് വ്യക്തികൾക്കിടയിലുള്ള സംഭാഷണം സങ്കല്പിച്ചുകൊണ്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മുടെ രാജാവ് ഹേമന് രാജപദവി നൽകിക്കൊണ്ട് ജനങ്ങളിൽ ഒരാളായി മാറുകയാണ്. ഇത് കേട്ട് സന്തോഷിച്ചുകൊണ്ട് രണ്ട് വ്യക്തികൾക്കിടയിലുള്ള സംഭാഷണമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. പഹലാ വ്യക്തി, ഇവിടെ പഹലാ വ്യക്തി ദൂസരാ വ്യക്തി എന്ന പേരിലാണ് കൊടുത്തിട്ടുള്ളത്. പഹലാ വ്യക്തി നമ്മുടെ ആദ്യ വ്യക്തി. അരേ യത് ഗബർ സുൻകർ ബഹുത്ത് ഖുഷി ഹുയി. എടോ ഈ വാർത്ത കേട്ടപ്പോൾ വളരെ സന്തോഷമായി. ഗബർ ന്യൂസ്, ഗബർ വാർത്ത, ഈ വാർത്ത കേട്ടപ്പോൾ ബഹുത്ത് ഖുഷി ഹുയി വളരെയധികം സന്തോഷമായി. ദൂസരാ വ്യക്തി ഹാം അതെ രാജാക്കോ സഹീ സസ മിലി. രാജാവിന് ശരിയായ ശിക്ഷ തന്നെയാണ് ലഭിച്ചത്. സസ ശിക്ഷ, രാജാവിന് ശരിയായ ശിക്ഷ ലഭിച്ചു. ദെൻ പഹലാ വ്യക്തി വഹ് രാജ കിത്തന അജീബ് ദ. ആ രാജാവ് എത്ര വിചിത്രമായിരുന്നു. അജീബ് വിചിത്രം, രാജാവ് എത്രത്തോളം വിചിത്രമായിരുന്നു. ദൂസരാ വ്യക്തി ഹാം അതെ സൈനിക് ബേക്കാർ ബൈഠത്തെ ഹേ. സൈനികർ വെറുതെ ഇരിക്കുന്നു. ഉൻകാ വേതൻ ഗസാനേക്കാ നഷ്ട ഹേ. അവരുടെ വേതനം ഖജനാവിന് നഷ്ടമാണ്. ഖജാനെ ഖജനാവ്, ഇതൊക്കെ രാജാവ് പറഞ്ഞതാണ്. ദൂസരാ വ്യക്തി ഹാം അതെ സൈനിക ബേക്കാർ ബൈഠത്തെ ഹേ. സൈനികർ ബേക്കാർ വെറുതെ, ബൈഠത്തെ ഹേ ഇരിക്കുന്നു. ഉൻകാ വേതൻ അവരുടെ വേതനം ഖസാനേക്കാ നഷ്ട ഹേ ഖജനാവിന് നഷ്ടമാണ്. ദെൻ പഹലാ വ്യക്തി ഔർ ബേച്ചാരെ ഹേം പർ ചൂട്ടാ ആരോപ് ലഗായ. പാവം ഹേമന്, ബേച്ചാരെ പാവം, നമ്മുടെ പാവം ഹേമനെ ചൂട്ട ആരോപ് ലഗായ തെറ്റായ ആരോപണം ചുമത്തി. ചൂട്ട തെറ്റായ,
നമ്മുടെ പാവം ഹേമന്റെ മേലെ ചൂട്ടാ ആരോപ് ലഗായ, തെറ്റായ ആരോപണമൊക്കെ നടത്തി. ദൂസരാ വ്യക്തി ഹാം അതെ, ഹേംനെ കോയി ഗലത്തി നഹീം കീതി, ഹേമന് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. ഗലത്തി തെറ്റ്. ഹേമൻ കോയി ഗലത്തി നഹീം കി, ഹേമന് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. പഹലാ വ്യക്തി ഹമാരെ സാത്ത് ന്യായ് താ, നമ്മുടെ പക്ഷത്ത് ന്യായമുണ്ടായിരുന്നു. ന്യായ് നീതി, നമ്മുടെ ഭാഗത്ത് നീതി ഉണ്ടായിരുന്നു. ദൂസരാ വ്യക്തി ഇസ്ലിയെ ന്യായാധീഷിനെ സഹി ഫൈസ്ല സുനായ, അതുകൊണ്ടാണ് ന്യായാധിപൻ സഹി ഫൈസ്ല, ഫൈസ്ല വിധി, അതുകൊണ്ടാണ് ന്യായാധിപൻ ശരിയായ വിധി കേൾപ്പിച്ചത്, ശരിയായ വിധി പ്രസ്താവിച്ചത്. പഹ്ലാ വ്യക്തി താനാഷാഹി കഭി അച്ചി നഹി ഹോത്തി, താനാഷാഹി എന്താണ് താനാഷാഹി? ഏകാധിപത്യ ഭരണം. താനാഷാഹി ഏകാധിപത്യ ഭരണം. താനാഷാഹി കഭി അച്ചി നഹി ഹോത്തി, ഒരിക്കലും നല്ലതല്ല. ദൂസരാ വ്യക്തി സഹി കഹ, അതെ ശരിയാണ്. അബ് ഹമേം അച്ഛേ ശാസൻ കി ഉമ്മീദ് കർണേ ചാഹിയേ, ഇനി നമുക്ക് അച്ഛേ ശാസൻ ശരിയായ ഒരു ഭരണം, നമുക്ക് ശരിയായ ഒരു ഭരണം ഉമ്മീദ് കർണി ചാഹിയെ പ്രതീക്ഷിക്കണം. ഉമ്മീദ് കർണ പ്രതീക്ഷിക്കുക, നമുക്ക് ഇനി ശരിയായ ഒരു ഭരണം പ്രതീക്ഷിക്കാം. പഹലാ വ്യക്തി ടീക്ക് ഹെ, ശരി. ധന്യവാദ്, നന്ദി. ദൂസരാ വ്യക്തി ധന്യവാദ്. ഇങ്ങനെയാണ് നമ്മുടെ സംഭാഷണം കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിത് സ്വന്തമായി നിങ്ങളുടെ ഭാവനയിൽ നിന്നും എഴുതാം. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള 4 മാർക്കിന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് പോസ്റ്റർ തയ്യാർക്കാരെ. നമുക്കറിയാം ഇതൊരു നാടകമാണ്, അതുകൊണ്ട് ഈ നാടകം സ്കൂളിൽ അവതരിപ്പിക്കുന്നു എന്ന രീതിയിൽ പോസ്റ്റർ ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട്. നോക്കാം. മാൻലേം अपने स्कूल में രാജാ और വിദ്രോഹി നാടക का मंचीकरण होने वाला है, നിങ്ങളുടെ സ്കൂളിൽ രാജാ और വിദ്രോഹി എന്ന നാടകം അവതരിപ്പിക്കാൻ പോകുന്നുവെന്ന് കരുതുക. इसकी സൂചന देते हुए പോസ്റ്റർ തയ്യാർ കരെ, ഇതിന്റെ സൂചന നൽകിക്കൊണ്ട് പോസ്റ്റർ തയ്യാറാക്കാനാണ് ചോദിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് പോസ്റ്റർ വന്നാൽ വളരെ ഈസി ആയി തന്നെ 4 മാർക്ക് വാങ്ങിക്കാം. പോസ്റ്റർ നിങ്ങൾ ഇതുപോലെ ഭംഗിയിൽ എഴുതാൻ ശ്രമിക്കുക, എന്നിട്ട് നിങ്ങൾ ഒരു ബോക്സിലാക്കണം. ഏത് പോസ്റ്റർ വന്നാലും ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. അപ്പൊ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാകും എന്ത് പ്രോഗ്രാം ആണ് എന്നത്. എന്നിട്ട് ആ പ്രോഗ്രാമിന്റെ പേര് വലുതാക്കി ഒരു ഹെഡിങ് ആയിട്ട് കൊടുക്കുക. അതിന്റെ താഴെ ഡേറ്റ്, ദിവസം, സമയം, എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്, അവസാനം സബ്കാ സ്വാഗത് ഇങ്ങനെ എഴുതി കൊടുത്താലും മതി. ഇവിടെ നമുക്കറിയാം രാജാവ് വിദ്രോഹി എന്ന നാടകം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ നാടകമാണ്. അതുകൊണ്ട് രവീന്ദ്രനാഥ് ടാഗോറിന്റെ നാടകമാണെന്ന് അറിയാം. അതുകൊണ്ട് നമ്മൾ ഹെഡിങ് ആയിട്ട് രാജാവ് വിദ്രോഹി നാടക മഞ്ചീകരണം എന്ന് കൊടുത്തു. രാജാവ് വിദ്രോഹി എന്ന നാടക അവതരണം. രവീന്ദ്രനാഥ ടാഗോർ ക നാടക്, ഒരു ഡേറ്റ് കൊടുത്തു, വരാനുള്ള ഡേറ്റ് ആണ് കൊടുക്കേണ്ടത്. ഒരു ദിവസം കൊടുത്തു, ഇവിടെ ഗുരുവാർ എന്ന് കൊടുത്തിട്ടുണ്ട്. സുബഹ് 10 ബജെ, രാവിലെ 10 മണിക്ക്. എവിടെ വെച്ചിട്ടാണ്? സ്കൂൾ സഭാഗൃഹമേ. പിന്നെ ഒരു സ്കൂളിന്റെ പേര് കൊടുത്തിട്ടുണ്ട്, സർക്കാർ ഹൈസ്കൂൾ കൊല്ലം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിന്റെ പേരും കൊടുക്കാം. അവസാനം സബ്കാ സ്വാഗത്, സബ്കാ സ്വാഗത്, എല്ലാവർക്കും സ്വാഗതം എന്ന് എഴുതാൻ മറന്നു പോകരുത്. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന് വരാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ടിപ്പണിയിലേക്ക്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. രാജാ ഔർ വിദ്രോഹി നാടക രാജ ആപ്കോ കൈസേ ലഗ, രാജാവ് വിദ്രോഹി എന്ന നാടകത്തിലെ രാജാവിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? രാജാക്ക് ചരിത്രഗതി വിശേഷതാവും കാ പരിചയ ദേത്തെ ഹുയെ ടിപ്പണി ലിഖേം, രാജാവിന്റെ വ്യക്തിത്വ സവിശേഷതകൾ വിവരിക്കുന്ന ഒരു ടിപ്പണി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. രാജാവിന്റെ സ്വഭാവ സവിശേഷതകൾ അടങ്ങിയ ഒരു ടിപ്പണി, ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ രാജാ ഔർ വിദ്രോഹി ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് എന്ന വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആകുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു.